ഹായ് എല്ലാവർക്കും എൻ്റെ മയിൽപ്പീലി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ഷെയർ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ ഞാനിന്നിവിടെ ചെയ്യാൻ പോണത് കറികളൊന്നുമല്ല, അതെ ഇതാണ് ക്യാരറ്റും ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ അരിഞ്ഞ് ഉപ്പിലിട്ട് ഇടാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കഴിക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു ഐഡിയ അങ്ങനെ ചെയ്യാനാണ് ഞാൻ പോണത്. ഈ കാന്താരി മുളകൊക്കെ ഇവിടെ നിന്ന് തന്നെ പറിച്ചതാണ്. അപ്പോൾ ഇനി വേറെ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ, ഇത് തന്നെ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് അരിയാട്ടോ, ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കഴുകിയിട്ട് വരാട്ടോ. ഞാൻ സ്പൂൺ എടുത്തില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഇടാം. അതെ ഈ നാരങ്ങ പിന്നെ ഉണ്ടല്ലോ, കുറച്ച് കാന്താരി മുളക് രണ്ടാഴ്ച മുമ്പ് നന്നായിട്ട് മൂത്ത് നമ്മുടെ മുറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് പറിച്ചിട്ട് ഞാൻ ചൊറുക്കയിലിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ചിട്ട് നല്ല പുളിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. കുറച്ചുകൂടി ഇട്ടേക്കാം. കണ്ടോ, അതെ ഇതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ അടുക്കളയിലേക്ക് പോകുമ്പോഴൊക്കെ ഓരോ കഷ്ണമൊക്കെ എടുത്ത് കഴിക്കാം കേട്ടോ. ഇനി അടുത്തത് ക്യാരറ്റാണ് കേട്ടോ. നമ്മുടെ ക്യാരറ്റും കുക്കുമ്പറും കൂടി അരിയാണ് പോകുന്നത്. അങ്ങനെ ഈ കുക്കുംബർ അരിഞ്ഞതിലേക്ക് ഇടണ്ട കേട്ടോ കുറച്ച് കാന്താരി മുളക്. നേരത്തെ ചൊറുക്കയിലിട്ട് വെച്ചിരുന്നു എന്ന് പറഞ്ഞില്ല, അത് തന്നെ. അപ്പോൾ ടാറ്റാ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.